ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമായ കോശത്തെ സംരക്ഷിക്കുന്നതും പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്ന ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്നാണ്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശമർമ്മമാണ്. 1831 സ്കോട്ട്ലൻഡുകാരനായ ബൊട്ടാണിസ്റ്റും പാലിയോ ബൊട്ടാണിസ്റ്റുമായിരുന്ന റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത്. കോശമസ്തിഷ്കം എന്നും അറിയപ്പെടുന്നത് ഈ ന്യൂക്ലിയസ് ആണ്. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മർമ്മഭാഗം കൂടിയാണ് മർമ്മകം. റൈബോസോമിലാണ് കോശത്തിന്റെ മാംസ്യ സംശ്ലേഷണം എന്ന പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഈ പ്രോട്ടീൻസ് കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നും അറിയപ്പെടുന്നു. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജ്ജമാക്കി മാറ്റുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ATP എന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് തന്മാത്രാ രൂപത്തിലാണ് മൈറ്റോകോൺട്രിയയിൽ ഊർജ്ജം സംഭരിക്കുന്നത്. അതിനാൽ കോശത്തിന്റെ പവർ ഹൗസ് എന്നും കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നും മൈറ്റോകോൺട്രിയയെ വിശേഷിപ്പിക്കുന്നു. അതോടൊപ്പം കോശത്തിന്റെ എനർജി കറൻസിയായും ATP അറിയപ്പെടുന്നു. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന അന്തർദ്രവ്യ ജാലികയിലൂടെയാണ്. കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെയാണ്. രാസാഗ്നികൾ, ഹോർമോൺസ്, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നതും ഗോൾഗി കോംപ്ലക്സുകളെയാണ്. എന്നാൽ ഈ കോശങ്ങൾ ജന്തുശരീരത്തിലും സസ്യശരീരത്തിലും പല വ്യതിയാനങ്ങളിലും രൂപമാറ്റങ്ങളിലും കാണപ്പെടുന്നു. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. കോശവിഭജനത്തിൽ പ്രധാന പങ്കു വഹിക്കുക എന്ന ധർമ്മമാണ് സെൻട്രോസോമിനുള്ളത്. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ നശിപ്പിക്കാൻ വേണ്ടുന്ന ദഹനരസങ്ങൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈം അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. ലൈസോസോം സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാജി. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.